മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തുണി തുഴഞ്ഞ് പോയി നമ്മൾ മെല്ലെ. മഴയറിഞ്ഞില്ലിരവറിഞ്ഞില്ലകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ മെല്ലെ. അണിയമായി നീയമരമായി ഞാൻ ഉടൽ തുളുമ്പിത്തുവി തമ്മിൽ മെല്ലെ. തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ മെല്ലെ. മായാ എൻ്റെ പേര് രാജൻ. ഞാൻ അഞ്ചേരി NSS സ്കൂളിൽ 89 മുതൽ 91 നവംബർ വരെ ജോലി ചെയ്തിരുന്നു ലാസ്റ്റ് ഗേഡായിട്ട്. അന്നത്തെ പ്രിൻസിപ്പാളായിട്ടിരുന്നത് രാമേന്ദ്ര കുറുപ്പ് സാറായിരുന്നു. കുറുപ്പ് സാറ് വർഷങ്ങളായിട്ട് കുറുപ്പ് സാറായിരുന്നു. എനിക്ക് മുമ്പ് തുളസീധരൻ പിള്ള എന്നൊരു ആളായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത്. അയാൾ NSS സ്കൂളിലേക്ക് പ്രൊമോഷൻ ജോലി കിട്ടി പോയപ്പോൾ ആ ഒഴിവ് വന്ന നിലയ്ക്കാണ് ഞാൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് അത് സ്കൂളിലേക്ക് തന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ മഞ്ചേരി തന്നെയുള്ള ഒരു പ്രസ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ മഞ്ചേരി ആർട്സ് ശാന്തി പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നത്. ആ പ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ വേക്കൻസി ഉണ്ടെന്നുള്ള അറിഞ്ഞ് അപേക്ഷിക്കുകയും ഇദ്ദേഹത്തിൻ്റെ വേക്കൻസിയിലേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരികയുണ്ടായി. അവിടെ ഒരു 1.5 വർഷം 89 മുതൽ 91 നവംബർ വരെ ജോലി. നവംബർ 1-ാം തീയതി എനിക്ക് കോളേജിലേക്ക് ലാസ്റ്റ് ഇയർ സർവീസിലേക്ക് ജോലി കിട്ടി. അവിടെ നിന്നും വിടുതൽ ചെയ്തു. അന്ന് ആ സമയത്ത് ജോലി കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രിൻസിപ്പാൾ രാമേന്ദ്ര കുറുപ്പ് സാറായിരുന്നു. കുറുപ്പ് സാറ് പിന്നീട് അവിടെ നിന്ന് മാറിയപ്പോൾ പിന്നെ വാസുദേവൻ സാറ് ഒറ്റപ്പാലം വീടുണ്ടായിരുന്ന വാസുദേവൻ സാറായി. പിന്നെ നമ്മുടെ പിള്ള മാഷ് ഒത്തിരി 2-3 പേര് മാറി അവിടെ വന്നു. ഈ സമയത്ത് സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂൾ അന്ന് 2 കെട്ടിടമായിട്ടായിരുന്നു. ഇപ്പം നിലവിൽ ഓഫീസും നഴ്സറി എല്ലാം ഉള്ള സ്ഥലത്ത് ഒരു 2 നില വീട് പോലത്തെ ഇതായിരുന്നു. അന്ന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ടായിരുന്നു അന്ന് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഹോസ്റ്റലിൽ വഴിക്കട മുതൽക്ക് ഉള്ള കുട്ടികൾ, ആ ഭാഗത്തുള്ള കുട്ടികളെല്ലാം ഹോസ്റ്റൽ ആയിട്ട് 200 കുട്ടികളോളം ഏകദേശം ഹോസ്റ്റലിലുണ്ടായിരുന്നു. അധ്യാപകരും ദൂരെ നിന്നുള്ള അധ്യാപകരെല്ലാം അവിടെ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പ്രിൻസിപ്പളും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. നമുക്ക് ദൂരെയുള്ള സ്കൂളുകളെല്ലാം കുറേ സ്കൂളുകൾ നിലമ്പൂരും എല്ലാം ഇംഗ്ലീഷ് മീഡിയങ്ങൾ വന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് പിൽക്കാലത്ത് പ്രയാസങ്ങൾ നേരിട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് കുട്ടികളുടെ ചെറിയ കുറവുകളും എല്ലാം ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ ഇപ്പോഴും സ്കൂള് പോകുന്നു. ഹോസ്റ്റൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം പല സ്ഥിരം ജോലി കിട്ടി കുറേ ആൾക്കാർ അവിടുന്ന് ടീച്ചേഴ്സ് പോയി. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും സ്കൂള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. കൂടുതൽ ആളുകൾ പറഞ്ഞാൽ നല്ലൊരു കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്കൂളിൽ വീണ്ടും പുരോഗതിയിലേക്ക് തന്നെ എത്തുള്ളൂ. ഏറ്റവും സെൻറ്ററാണ്. നഴ്സറി മുതൽക്ക് ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ നഴ്സറിയിലേക്ക് കുട്ടികളെ വിടുന്നതിന് ജോലിയുള്ള വീട്ടുകാർക്കെല്ലാം നല്ല സൗകര്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ആണ് ഉള്ളത്. കാരണം ഒരു സെൻറ്ററാണ്. ഏറ്റവും ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് പറ്റിയ സ്ഥലം തന്നെയാണ്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് തന്നെ സ്കൂൾ കൊണ്ടുപോകാൻ പറ്റും. നല്ല ഒരു ഐക്യമായിരുന്നു എല്ലാ കാര്യത്തിനും. പിന്നെ കുട്ടികളും അതെ, എല്ലാവരും. പക്ഷേ കുട്ടികളെ തന്നെ ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ വളരെയധികം നല്ലൊരു ബാധിച്ച ചുമതല ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുട്ടികളെ എണീപ്പിക്കുക, പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കുക, അവരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും കൂട്ടായ്മയോട് കൂടിയിട്ട് നല്ലൊരു രീതിയിൽ അവിടെ മുന്നോട്ട് പോയിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങൾ പല സ്ഥലത്തും വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അതുണ്ടായത്. ഏറ്റവും ആദ്യം തുടങ്ങിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മലപ്പുറം ജില്ലയിലെ
ഇത് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെയാണ്. അതൊക്കെ തന്നെ പറയാനുള്ളൂ. ജോലി എന്ന് പറഞ്ഞാൽ സ്കൂളിലെ ജോലിക്ക് ഒരു ചിട്ട ഉണ്ടായിരുന്നു. ഇന്ന സമയത്തേക്ക് എത്തണം, ഇന്ന സമയത്ത് ബെല്ലടിക്കണം, ഇന്ന സമയത്ത് കുട്ടികളുടെ കാര്യം നോക്കണം, ഗേറ്റ് അടയ്ക്കണം, കുട്ടികൾ വഴുകി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചോദിച്ചാൽ മനസ്സിലാക്കി ചെയ്യണം എന്നല്ല. അതെല്ലാം വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ രക്ഷിതാക്കളും എന്തെങ്കിലും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയുകയാണെങ്കിൽ അതിന് എന്ത് മറുപടി പറഞ്ഞാലും സാറിൻ്റെ എത്തിൻ്റെ മാതിരി സംഭവം ഉണ്ടെന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം പ്രിൻസിപ്പാൾ വളരെയധികം ഭംഗിയായിട്ട് ഡീൽ ചെയ്ത് പോവുമായിരുന്നു. കുട്ടികളുടെ പുസ്തക കച്ചവടത്തിലൊക്കെയാണ് ഏറ്റവും ഷോർട്ടേജ് വരിക. ആ സമയത്ത് കുട്ടികൾ ബഹളം വയ്ക്കും. അതിനെല്ലാം അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് സംഭവം കൈകാര്യം ചെയ്തിട്ട് പ്രിൻസിപ്പലിനെ അറിയിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഒക്കെ അദ്ദേഹം ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി വിട്ടുവിടുമായിരുന്നു. ജോലിയിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അത്ര ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മാത്രം പ്രിൻസിപ്പലിനെ അറിയിച്ചാൽ മതി. അദ്ദേഹം അത് ഏറ്റെടുത്ത് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. കുട്ടികളായിട്ട് വളരെ തന്നെ, കാരണം വെച്ചാൽ ആർക്കും ഒരു പ്രയാസങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഏട്ടാന്ന് വിളിച്ചിട്ട് തന്നെ വരുള്ളൂ. ആ രീതിയിൽ തന്നെ അവരെ നല്ല രീതിയിൽ സ്വഭാവത്തിൽ തന്നെ അവർ പെരുമാറിയിട്ടുള്ളൂ. അത്ര വലിയ പ്രയാസങ്ങളൊന്നും കൊച്ചു കുട്ടികളെ അല്ലേ, അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് അതിനനുസരിച്ച് അവരെ സോപ്പിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അവരുടേതായ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോവുക. അത് ഏറ്റവും പ്രയാസം ഉണ്ടെങ്കിൽ മാത്രം അത് ക്ലാസ് ടീച്ചറെയും പ്രിൻസിപ്പാളിനെയൊക്കെ അറിയിച്ച് കൈകാര്യം ചെയ്യുക വേണ്ടു. അല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് തീർക്കുന്ന നല്ല രീതിയിലുള്ള കുട്ടികളായിരുന്നു അവിടെ ആ സമയത്തുണ്ടായിരുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുന്ന കാര്യത്തിൽ തന്നെയാണ്. അന്ന് ഒരു പുസ്തകം മാത്രം 2 കോപ്പി മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടായത്. അന്നത്തെ 8ാം ക്ലാസ്സുകാരെ എല്ലാവരും കൂടെ അത് വേണം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ലോക്കലായിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു അതിൻ്റെ ഒരു വിഭാഗം. അപ്പോൾ അത് എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കൊടുക്കാതെ എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിന് നല്ല കുട്ടികൾ ഹെഡ്മാസ്റ്റർക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞു. കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ 2 ബുക്കുകളിലും അതെല്ലാവരും കൂടെ ഞാൻ ആർക്കും കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് അത് ചെയ്തത് ശരിയാണ്, പക്ഷേ ആർക്കും കൊടുക്കാതിരുന്നത് നന്നായി. അത് പ്രയാസമില്ല. അത് ആര് വന്ന് പറഞ്ഞാലും സാറത് സ്വയം ഏറ്റെടുത്ത് പ്രയാസം റെഡിയാക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമുക്ക് വർക്കിൻ്റെ ഇടയിൽ എന്ന ഏറ്റവും കൂടുതലൊരു പ്രയാസം ഉണ്ടായ സമയം അത് മാത്രമാണ്. സ്കൂളിൽ നിന്ന് നവംബർ 1-ാം തീയതി മുതൽ 29 വർഷം, അതായത് 2020 മെയ് 31-ന് ആണ് മഞ്ചേരി NSS കോളേജിൽ തന്നെ ജോലി ചെയ്യുകയും അവിടെ ലാസ്റ്റ് ഇയറായിട്ട് വന്നതിനും കൂടി സീനിയർ ടൈപ്പിസ്റ്റായിട്ട് വിരമിച്ചു. അവിടെയും ജോലി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോന്നിട്ടുണ്ട്. അവിടെയും പ്രയാസങ്ങൾ വരത്തക്ക സ്റ്റാഫിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രയാസങ്ങൾക്കും വഴിയുണ്ടായിട്ടില്ല. നല്ല അന്തരീക്ഷം തന്നെയായിരുന്നു. ഇപ്പോൾ വിരമിച്ചിട്ട് NS കോളേജിൽ നിന്ന് വിരമിച്ചിട്ട് 4 വർഷമായി. ഇപ്പോൾ സ്വസ്ഥമായിട്ട് അരിയായ GLP സ്കൂളിനടുത്ത് വീട്ടിൽ തന്നെയാണ്. വീടിനടുത്ത് വീട്ടിൽ തന്നെയാണ്. പിന്നെ ചിലര അസോസിയേഷൻ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ആയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകും. ഫാമിലി കാര്യം പറയുകയാണെങ്കിൽ വൈഫും 2 കുട്ടികളും. മൂത്ത കുട്ടിയുടെ എല്ലാം പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. എയ്ഡഡ് NSS കോളേജിലാണ് ഡിഗ്രി കാര്യങ്ങളെല്ലാം പഠിച്ചത്. ചെറിയ മോളും 2 പേരും അതേപോലെ തന്നെ പഠിച്ചത്. വലിയ മോളിപ്പം DLED ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി DLED ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മോളെ കൊമേഴ്സ് BEd ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത കുട്ടിയുടെ മാരേജ് കഴിഞ്ഞു. അന്നത്തെ കുട്ടികളിൽ നമ്മളെ റീമ, കണ്ണൻ, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. എല്ലാവരും പേരും പറയാന്ന് വെച്ചാൽ ഒത്തിരി പേര്, എല്ലാവരും ഒക്കെ ഒരേ തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്നും വിട്ട് പോന്നതിന് ശേഷം എൻ്റെ അനിയൻ ഗിരീഷ് അവിടെ സർവീസിൽ പ്രവേശിക്കുകയും ഏകദേശം 14 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ ഇവിടെ മഞ്ചേരിയിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്, അരികായിൽ തന്നെയാണ് രണ്ടുപേരും താമസിച്ചു വരുന്നത്. നമ്മുടെ അലുമിനി ഗ്രൂപ്പ് ഇപ്പം നിലവിലുള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അലുമിനി ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റ് ജൂലൈ ഈ വർഷം വരുന്ന മാസം ജൂലൈ 27 സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും നമ്മളെ ഇപ്പോൾ ഒരുവിധം കഴിയുന്ന എല്ലാവരും അതിലേക്ക് അന്ന് എത്തിച്ചേർന്ന് എല്ലാവരെയും പരസ്പരം കാണുന്നതിനും പഴയ കാര്യങ്ങൾ ഓർക്കുന്നതിനും അതിലുപരി എല്ലാവിധ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൂട്ടായ പ്രവർത്തനത്തിനും മീറ്റിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നതിനും ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ എന്തായിരുന്നാലും ഈ മഞ്ചേരി തന്നെ ആവുന്നതുകൊണ്ട് അലുമിനി മീറ്റിലേക്ക് അന്ന് എത്തിച്ചേരുന്നതാണ്. മറ്റു ഒന്നുമില്ലെങ്കിൽ തീർച്ചയായും അലുമിനി മീറ്റിൽ എത്തിച്ചേരും. അലുമിനി മീറ്റിന് വേണ്ട എല്ലാവിധ സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെ ഈ ഗുരുസ്മരണ എന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ അധ്യാപകരെയും പഴയ അധ്യാപകരെയും നമുക്ക് കണ്ട് നമ്മുടെ സന്തോഷവും ആശീർവാദവും വാങ്ങുന്നതിന് സാധിക്കുന്നതാണ്. അതിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊള്ളും. നമ്മുടെ ഈ ഇവൻ്റ് വമ്പിച്ച വിജയപ്രദമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണവും എല്ലാവർക്കും നന്മയും സ്നേഹവും പങ്കുവയ്ക്കലും എല്ലാത്തിനും ഉള്ള ഒരു വേദിയായി എല്ലാവരും ഉപയോഗിക്കണമെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.